ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലഗസ മീഡിയ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഓണം സ്പെഷ്യൽ ഐറ്റം കൂട്ടുകറിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടുകറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടുകറി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൻ്റെ മുകളിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായയുടെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേനയും ഏകദേശം സെയിം അളവിൽ തന്നെയാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുമ്പളങ്ങ. എല്ലാത്തിൻ്റെ അളവ് ഏകദേശം ഒരേ അളവിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെന്ത് വരാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തൊന്ന് വരട്ടെ. നമ്മുടെ കൂട്ടുകറിക്ക് ആവശ്യമായ കടല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കുക്കറിലിട്ട് വേവിച്ചാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ കടലൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നാളികേരം ചെരുകിയത് ഒരു അരമുറി നാളികേരം ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഇതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി വന്നിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയുടെ മെയിൻ സാധനമാണ്. കൂട്ടുകറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക്, ഒരു 4-5 വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. അപ്പോൾ ഒരു നാളികേരം എടുത്തിട്ട് ചെരുകിയിട്ട് നന്നായിട്ട് ചെരുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് എല്ലാതും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ കിടക്കുന്ന നാളികേരമൊക്കെ നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ആ ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കളറാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ കളറ് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്ത് വരണം. ഇതിൽ കിടക്കുന്ന നാളികേരത്തിൻ്റെ പാകം എന്ന് വെച്ചാൽ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു പോകണം. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതൊക്കെ നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ നാളികേരത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ടാണ് ഇതുപോലെ നന്നായിട്ട് വറുത്ത് റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊടി രൂപത്തിലാവണം. കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞ രൂപത്തിലാവണം. എത്രയും പൊടി പോലെ ആവണോ അത്രയും നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ നാളികേരമൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളിതിൽ സെപ്പറേറ്റ് ആയിട്ട് വറവൊന്നും ചേർക്കണ്ട. നേരിട്ട് ഈ നാളികേരത്തിലേക്കാണ് കടുകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മീൻസ് നന്നായിട്ടൊരു ബ്രൗൺ കളറ് ഒരു പൊടി പോലെ ആവണം. അപ്പോൾ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കൈ കൊണ്ട് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ വറുത്തത് നന്നായിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം.
ഇനി പച്ചക്കറിയൊക്കെ വെന്തുണ്ടോ നോക്കാം നമുക്ക്. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാതും. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാതിരിക്കും. നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കടല ഓൾറെഡി വേവിച്ചെടുത്ത കാരണം കൊണ്ട് ഇനി അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാളികേരം വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി, ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഐറ്റം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തയ്യാറാക്കിയ കൂട്ടുകറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.